തലസ്ഥാനത്തെ നെയ്യാറ്റിൻകര കൂടില്ലാക്കാവ് ചാമുണ്ടേശ്വരി ദേവീ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. സമൂഹ പൊങ്കാലയോടുകൂടിയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായത്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ കുടുംബക്ഷേത്രത്തിന് മാർത്താണ്ഡവർമ്മയുടെ ഒളിവുകാല ചരിത്രവുമായും ബന്ധമുണ്ട്. അഞ്ഞൂറിലധികം വർഷം പഴക്കമുണ്ട് കൂടില്ലക്കാവ് ക്ഷേത്രത്തിന്. കളരിത്തറയിൽ തുടങ്ങി വച്ചാരാധനയ്ക്കു കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ക്ഷേത്രം സ്വരൂപമായി. ദേശദേവത കൂടിയായ കൂടില്ലക്കാവ് കുടുംബപരദേവത ചാമുണ്ടേശ്വരി ഭവത്തിൽ ശ്രീ മഹാഗണപതിയോടൊപ്പം ഭവ്യമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കൂടില്ലക്കാവ് സ്വദേശാഭിമാനികളുടെ ചിരകാലാഭിലാഷമായ ചാമുണ്ഡി ദേവിയുടെ പ്രതിഷ്ഠയും ഉപദേവത ഗണപതി, ലക്ഷ്യമ്മ, തമ്പുരാൻ, യോഗീശ്വരൻ എന്നിവരുടെ പ്രതിഷ്ഠയും സമാഗമായിരിക്കുകയാണ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ കുടുംബ വീടായ കൂടില്ലക്കാവിനോട് ചേർന്ന് തന്നെയാണ് ശ്രീ ചാമുണ്ടേശ്വരി ദേവീ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. രാമകൃഷ്ണപിള്ളയുടെ വലിയ ആഗ്രഹമായിരുന്നു ക്ഷേത്ര പുനരുദ്ധാരണം സാധ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബത്തിലെ അംഗങ്ങൾ. നമ്മുടെ കൂടില്ലക്കാവിലെ പൂർവികര ജീവിത അഭിലാഷമാണ് നമ്മൾ പൂർത്തീകരിച്ചത്. നമ്മുടെ എല്ലാവർക്കും സഹകരണത്തോടെ എല്ലാവരും ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഒരു ജീവിതാഭിലാഷമായിരുന്നു ഈ ഒരു ക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൂർവികർ ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ തലമുറ അതിന് തുടക്കം കുറിച്ചു. ഈ തലമുറയിലുള്ള ഞങ്ങളിത് പൂർത്തീകരിച്ചു. ജീവിതാഭിലാഷമായിരുന്നു ശ്രീ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ. കാലങ്ങളായി കാത്തിരുന്ന ക്ഷേത്രസവിധം പൂർത്തിയാക്കിയത് ആയുസ്സിന്റെ പുണ്യമെന്നും കൂടില്ലക്കാറുകാർ പറഞ്ഞു വയ്ക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ ഉയർന്നു കാണണമെന്ന്. അതിന്ന് രാവിലെ സാഫല്യം അടഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് പൂർത്തീകരിച്ചത്. സ്വദേശാഭിമാനിയുടെ കുടുംബക്ഷേത്രത്തിനൊപ്പം മാർത്താണ്ഡപിള്ള ഒളിവിൽ കഴിഞ്ഞതിൻ്റെ വിസ്മരിക്കപ്പെട്ട ചരിത്രവും കൂടില്ലക്കാവിനുണ്ട്. തിരുവിതാംകൂറിൻ്റെ ചരിത്ര വഴിയിലെ രണ്ടു മഹാരഥന്മാരുടെ ഇതിഹാസ ജീവിതത്തിൻ്റെ ഭാഗമായതും വല്ലാത്തൊരു അപൂർവത. ചരിത്ര പ്രസിദ്ധമായ ഒരു നാഗർകാവും ക്ഷേത്രവും ഉണ്ടായിരുന്നു. ഈ കാവിന് ഉദ്ദേശം 500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുണ്ടായിരുന്നു. അത് രാജഭരണ സമയത്തുള്ള ഒരു നാഗർകാവും ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പഴയ പൂർവികർ തുടങ്ങി വെച്ച ആ ക്ഷേത്രത്തിനെയാണ് നമ്മളിപ്പോൾ സാക്ഷാത്കരിച്ചത്. മെയ് 29 മുതൽ ജൂൺ 2 വരെ നീണ്ടുനിന്ന പ്രതിഷ്ഠാ മഹോത്സവം കലശപൂജയോടും സമൂഹ പൊങ്കാലയോടും കൂടിയാണ് സമാപിച്ചത്. കൂടില്ലക്കാവിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.